മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാമ്യകവനത്തിൽ താമസമാക്കിയ പാണ്ഡവരുടെ അടുത്തേക്ക് ആയുധാഭ്യാസത്തിനായി ഇന്ദ്രലോകത്തേക്ക് പോയിരുന്ന അർജുനൻ തിരിച്ചെത്തിയ കഥയായിരുന്നു. ഈ വിവരമറിഞ്ഞ് ശ്രീകൃഷ്ണൻ പത്നിയായ സത്യഭാമയുമൊത്ത് കാമ്യകവനത്തിൽ എത്തി. അവർ കുശലപ്രശ്നങ്ങൾ ചെയ്യുന്നതിനിടയിൽ മാർക്കണ്ഡേയ മഹർഷിയും നാരദ മുനിയും അവിടെ വന്നു ചേർന്നു. യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ജീവിതത്തിൽ ആചരിക്കേണ്ട സദാചാരങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചു. അതിന് വിശദമായ ഉത്തരങ്ങൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇപ്രകാരം മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞുകൊടുത്ത ജീവിത സത്യങ്ങളും ആചാരമര്യാദകളും ഒക്കെ കേട്ട് യുധിഷ്ഠിരൻ്റെ മനസ്സ് സ്വസ്ഥമായി. അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു, മഹർഷീശ്വര, ഇതുവരെ അങ്ങ് പറഞ്ഞു തന്ന ജീവിതത്തിലെ സത്യം, ധർമ്മം, ദയ എന്നിവ ആചരിക്കുന്നതിനെക്കുറിച്ചും അവയുടെ പുണ്യഫലങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങൾക്ക് വൈവസ്വത മനുവിൻ്റെ ചരിത്രം കൂടി പറഞ്ഞു തരണം. അതിൻ പ്രകാരം മാർക്കണ്ഡേയ മഹർഷി കഥ പറഞ്ഞു തുടങ്ങി. യുധിഷ്ഠിര, വിവസ്വാൻ എന്നത് സൂര്യൻ്റെ മറ്റൊരു പേരാണ്. അദ്ദേഹത്തിന് അതിപ്രതാപശാലിയായ ഒരു മകനുണ്ടായിരുന്നു. മനു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സൂര്യൻ്റെ പുത്രനായതിനാൽ വൈവസ്വത മനു എന്ന് പൂർണ്ണനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. വളരെ സുന്ദരനായിരുന്ന അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ബദരികാശ്രമത്തിലെത്തി അവിടെ തപസ്സനുഷ്ഠിച്ചു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് തപസ് ചെയ്തത്. കൈകൾ രണ്ടും തലയ്ക്ക് മുകളിൽ ഉയർത്തി തൊഴുത് നിന്നുകൊണ്ടായിരുന്നു തപസ്. ചിരണി എന്ന നദിയുടെ തീരത്ത് 10,000 വർഷങ്ങളാണ് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചത്. ഒരു ദിവസം ചിരണി നദിയിലെ ഒരു ചെറു മത്സ്യം മനുഷ്യനെ പോലെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു. ആ മത്സ്യം പറഞ്ഞു, മഹർഷി വരിയ, ഞാൻ ഈ നദിയിലാണ് ജീവിക്കുന്നത്. ഈ നദിയിൽ ധാരാളം വൻ മത്സ്യങ്ങളുണ്ട്. അവയെ കാണുമ്പോൾ എൻ്റെ മനസ്സാകെ ഭയം കൊണ്ട് നിറയുകയാണ്. അങ്ങ് എന്നെ രക്ഷിക്കണം. ആ മത്സ്യത്തോട് മഹർഷിക്ക് വല്ലാത്ത സഹതാപം തോന്നി. അതിനാൽ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് പരിചരിക്കാൻ തുടങ്ങി. വളരെ വേഗം തന്നെ മത്സ്യം വളർന്നു. അതിനെ വൈവസ്വതമനു ഒരു കിണറ്റിലേക്ക് മാറ്റി. വീണ്ടും പഴയതുപോലെ തന്നെ പരിചരണങ്ങൾ തുടർന്നു. ഏതാനും നാളുകൾ കൊണ്ട് ആ മത്സ്യം കിണറ്റിലും കൊള്ളാത്ത വിധം വലുതായി. അപ്പോൾ മത്സ്യം ആവശ്യപ്പെട്ടതനുസരിച്ച് അതിനെ മനു ഗംഗാനദിയിൽ എത്തിച്ചു. വളരെ വേഗം തന്നെ അത് വീണ്ടും വളർന്നു. ഗംഗയിലും കിടക്കാൻ പറ്റാതെയായി. മഹർഷി ആ മത്സ്യത്തെ എടുത്തുകൊണ്ടുപോയി സമുദ്രത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ ആ മത്സ്യം മഹർഷിയോട് പറഞ്ഞു, മഹർഷി, നിങ്ങൾ എല്ലാ അവസരത്തിലും എന്നെ പരിചരിച്ചു. ഞാനിപ്പോൾ അങ്ങയോട് പരമരഹസ്യമായ ഒരു കാര്യം പറയാം. ഉടൻ തന്നെ ഭൂമിയിൽ ഒരു വലിയ പ്രളയമുണ്ടാകും. ഭൂമിയാകെ പ്രളയജലത്തിൽ മുങ്ങിത്താഴും. അതിനാൽ അങ്ങ് ഉടൻ തന്നെ ഉറപ്പുള്ള ഒരു വള്ളം തയ്യാറാക്കണം. എന്നിട്ട് ബലമുള്ള ഒരു കയർ കൊണ്ട് അതിനെ കെട്ടിയിടണം. അതിനുശേഷം സപ്തർഷികളെയും കൂട്ടി വള്ളത്തിൽ കയറുക. ഭൂമിയിലുള്ള എല്ലാ വിത്തുകളും ഓരോന്ന് നിങ്ങൾ സംഭരിച്ചു വയ്ക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആഹാരവും കരുതിക്കൊള്ളുക. പ്രളയം തുടങ്ങുമ്പോൾ നിങ്ങൾ എന്നെ കാത്തിരിക്കണം. ഞാൻ ഒരു കൊമ്പ് മാത്രമുള്ള മത്സ്യമായി നിങ്ങളുടെ അടുത്ത് വരും. ആ കൊമ്പ് കൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ മത്സ്യം സമുദ്രത്തിനടിയിലേക്ക് പോവുകയും ചെയ്തു. മത്സ്യം നിർദ്ദേശിച്ചതുപോലെ ഒരു വലിയ തോണിയുണ്ടാക്കി എല്ലാത്തരം സസ്യങ്ങളുടെയും വിത്തുകളെ ശേഖരിച്ച് സൂക്ഷിച്ചുകൊണ്ട് വൈവസ്വതമനു ആ തോണിയിൽ മത്സ്യത്തെക്കാത്ത് ഇരുന്നു. വലിയ താമസമില്ലാതെ പ്രളയം ആരംഭിച്ചു. വലിയ തിരമാലകൾ ആ തോണിയെ ഉരസിക്കൊണ്ട് പാഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം ആ വലിയ മത്സ്യത്തെ മനസ്സിൽ ധ്യാനിച്ചു. പെട്ടെന്ന് ആ മത്സ്യം വള്ളത്തിനടുത്ത് എത്തിച്ചേർന്നു. ഒരു നിമിഷം പോലും താമസിക്കാതെ മനു വള്ളത്തിൽ കെട്ടിയിരുന്ന കയർ ആ മത്സ്യത്തിൻ്റെ കൊമ്പിലേക്ക് എറിഞ്ഞു.
മത്സ്യം ആ വള്ളവും വലിച്ചുകൊണ്ട് പാഞ്ഞുപോയി. പ്രളയത്തിൽപ്പെട്ട് വള്ളം ആടി ഉലഞ്ഞു. ഭീകരമായ തിരമാലകൾക്ക് മുകളിൽ കൂടി ആ മത്സ്യം ആ നൗകയെ വലിച്ചുകൊണ്ട് പോയി. ഭൂമിയും സമുദ്രവും ഒരുപോലെയായി. പ്രളയജലത്തിൽ ഭൂമി ഏത് ആകാശമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാതെയായി. ജലത്തിനു മുകളിൽ ആ മത്സ്യവും വള്ളവും അതിലുണ്ടായിരുന്ന മനു, സപ്തർഷികൾ എന്നിവരെ മാത്രം കാണപ്പെട്ടു. അപ്പോഴും വള്ളവും വലിച്ചുകൊണ്ട് ആ മത്സ്യം പ്രളയത്തിന് മുകളിൽ അങ്ങിങ്ങ് പാഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ പ്രളയജലത്തിന് മുകളിൽ ഉയർന്നു നിന്നിരുന്ന ഹിമാലയത്തിൻ്റെ ഒരു കൊടുമുടി അവർ കണ്ടെത്തി. മത്സ്യം വള്ളം ആ കൊടുമുടിയുടെ അടുത്തെത്തിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം ഈ വള്ളം ഹിമാലയത്തിൻ്റെ ശിഖരത്തിൽ ബന്ധിക്കുക. സപ്തർഷികൾ വള്ളം ഹിമാലയത്തിൻ്റെ ശിഖരത്തിൽ കെട്ടിയിട്ടു. നൗകാബന്ധനം എന്ന പേരിൽ ഇപ്പോഴും ആ കൊടുമുടി അവിടെ നിലകൊള്ളുന്നുണ്ട്. നൗക ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ മത്സ്യം പറഞ്ഞു, ഞാൻ പ്രജാപതിയാണ്. പ്രജാപതി എന്നാൽ ബ്രഹ്മാവ്. ഈ പ്രളയത്തിൽ ഭൂമിയിലുള്ള ചരാചരങ്ങളെല്ലാം മുങ്ങിത്താണു. അവശേഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഇനി മനു പ്രപഞ്ച സൃഷ്ടി നടത്തണം. അതിനുള്ള കഴിവ് തപസ്സിലൂടെ നേടാൻ കഴിയും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ലോകം ചരാചരാത്മകം തന്നെ ആയിരിക്കണം. പ്രജാസൃഷ്ടി നടത്തുമ്പോൾ മമതാബോധം ഉണ്ടായിരിക്കരുത്. അതിന് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് മത്സ്യം പറഞ്ഞു. വൈവസ്വതമനു കൊടും തപസ് ചെയ്ത് സൃഷ്ടികർമ്മത്തിനുള്ള കഴിവ് നേടി. അനന്തരം പ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്നതുപോലെ തന്നെ മനു ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു. ഇതാണ് വൈവസ്വതമനുവിൻ്റെ കഥ. ഈ കഥയ്ക്ക് തുല്യമായ ഒരു കഥ ബൈബിളിലും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായം 16-ാം വാക്യം മുതൽ ആ കഥ നമുക്ക് വായിക്കാം. അത് ഇങ്ങനെയാണ്. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളാക്കി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയെ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും. നീ ഗേഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിൻ്റെ അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്നും 1 മുഴം താഴെ അത് വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ വശത്ത് വയ്ക്കണം. താഴെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴെ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കുവാൻ ഞാൻ ഭൂമിയിലൊരു പ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണും ആയിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജന്തുക്കളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് എൻ്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവർക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. ഇനി 7 ദിവസം കഴിഞ്ഞ് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും.
യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജന്തുക്കളിൽ നിന്നും ഒക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു. പെട്ടിയിൽ കടന്നു. 7 ദിവസം കടന്ന ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസ്സിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകൾ ഒക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യൗഫാത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കന്നുകാലികളും നിലത്തിഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്തു കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി നിലത്തു നിന്നും ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകിത്തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിന് കീഴെ എങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മുഴുവൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജടം ഒക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസം ഉള്ളവ ഒക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്നും നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടേയിരുന്നു. ദൈവം നോഹയെയും അവനോടുകൂടി പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ കാറ്റ് വീശിപ്പിച്ചു. വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവൻ ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തൻ്റെ അടുത്തു നിന്നും പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കുന്നത് കണ്ട് പ്രാവ് കാൽ വയ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലീവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞവൻ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. 601-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിലെ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി. ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. പിന്നീട് ദൈവാജ്ഞ പ്രകാരം നോഹ
പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും പുറത്തുവിട്ടു. ഭൂമി വീണ്ടും പഴയ മട്ടിലായി. വൈവസ്വതമനുവിൻ്റെയും നോഹയുടെയും കഥകൾ സമാന സ്വഭാവം ഉള്ളവയാണ്. രണ്ടിടത്തും ഭൂമിയിലുണ്ടായ പ്രളയത്തെക്കുറിച്ചും പിന്നീട് ഈ ഭൂമി പഴയ മട്ടിലായ കഥയുമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കഥകളും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.